എല്ലാവർക്കും നമസ്കാരം. ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ കുറച്ച് മുമ്പ് ഞാൻ കുറേ ഷ്രിമ്പുകൾ വാങ്ങിയിട്ട് നമ്മളിവിടെ ഈ മറ്റുള്ള ഫിഷുകളുടെ കൂടെ ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിനും കണ്ടില്ല. കുറേ നാളുകളായിട്ട് ഇതിനെക്കുറിച്ചൊരു വിവരമില്ല. നമ്മൾ ബ്ലൂ, റെഡ്, ബ്ലാക്ക്, യെല്ലോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗ്രീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്നിനും കാണാനില്ല. ഇപ്പോൾ അടുത്ത് ഞാനത് കുറച്ച് മറ്റുള്ള ഫിഷുകളെ പിടിക്കാൻ നോക്കിയപ്പോൾ ഉണ്ടാവും നമ്മുടെ ഈ 2-3 ടാങ്കുകളിലായിട്ട് ഇട്ടിട്ടില്ലേ. അപ്പോൾ ഈ ടാങ്കിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ കുട്ടികളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പിടിച്ചു നോക്കാൻ തരണത്. ഈ ഷ്രിമ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത് നോക്കണ്ട, ഞാൻ മിക്സഡ് ആയിട്ട് ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റു മീനുകൾ തിന്നുപോകും. നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ്. ചെറിയൊരു ടാങ്ക് ഉണ്ടെങ്കിൽ ഒരു 2-3 പെയർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. കാരണം ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് തന്നെ നമുക്ക് 20 റുപ്പീസോളം വരുന്നുണ്ട് ഒരു പീസിന്. ഓക്കെ, 60, 70, 80 രൂപയ്ക്കാണ് കടകളിൽ വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ഒരു എഫേർട്ടും വേണ്ട. നമ്മൾ ഇട്ട് കൊടുക്കണം, മറ്റുള്ള മീനുകൾക്ക് ഇട്ട് കൊടുക്കണ തീറ്റ തിന്നിട്ടാണ് ഇവർ ജീവിക്കുന്നത് ഈ ടാങ്കിലൊക്കെ. മാത്രമല്ല ഇതിലാവുമ്പോൾ അത്യാവശ്യം പൂപ്പലുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് വേറെ ഫുഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കെയർ ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് തിന്നും, അല്ലെങ്കിൽ ഇതിൻ്റെ ആൽജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്ന് ജീവിക്കും. അപ്പോൾ നമ്മൾ കുറച്ചെണ്ണത്തിന് പിടിച്ചു, ഇനി കുറച്ചെണ്ണത്തിന് പിടിച്ചു നോക്കാം. ഓക്കെ, ഉണ്ടാവും. ഞാനിപ്പോൾ ഒരെണ്ണത്തിനെ സ്പോട്ട് ചെയ്താണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ഇവിടെ വെയിലുള്ളതുകൊണ്ടേ. ഒരെണ്ണം മാത്രമല്ല, അതിൻ്റെ ഇപ്പുറത്ത് വേറെ ഒരെണ്ണം ഇരിക്കുന്നത് കണ്ടോ. ഇവിടെ ഒരെണ്ണം, ഇവിടെ, അങ്ങനെ ഒരു 3-4 ഏരിയ തന്നെ കിടന്ന് കളിക്കുന്നുണ്ട്. എനിക്ക് എത്രത്തോളം അതിന് വിസിബിൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് മെയിനായിട്ട് കണ്ടോ, ഈ വക പ്ലാന്റ്സ്, ഈ വാട്ടർ ക്യാബേജ് പോലെയുള്ള പ്ലാന്റ്സിൻ്റെ റൂട്ടിലൊക്കെയാണ് ഇവർ ഇരിക്കുക. ബ്രീഡ് ചെയ്യണതും കുട്ടികളെ കൊണ്ട് നടന്ന് ഇവർ നോക്കും. അവരുടെ മേല് തന്നെയായിരിക്കും കുട്ടികളൊക്കെ ഇരിക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു കളർ കാണുന്നുള്ളൂ. ഇതാണ് നമ്മളുടെ. അപ്പം ഞാനിത് കുറച്ച് ദിവസമായിട്ട് ഇതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിനെ കാണുന്നു. കുറേ ഒരു 6 മാസം മുമ്പൊക്കെ കൊണ്ടിട്ടതാണ് ഇവരെ. കുറച്ചാണെന്ന് പിടിച്ച് നോക്കാം കേട്ടോ. പിടിച്ചിട്ട് എവിടെയൊക്കെ ഇരിക്കുന്നത് നോക്കണം. അപ്പോൾ നമ്മൾ കുറച്ചാണെന്ന് നമ്മൾ നെറ്റ് വെച്ച് പിടിക്കുന്നത് കാണിക്കാൻ എനിക്കിവിടെ വേറൊരാൾ ഈ ക്യാമറ പിടിച്ചു തരാനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാണുന്നു ചോദിക്കാം കേട്ടോ. അത്യാവശ്യം റെഡൊക്കെ അത്യാവശ്യം വലുപ്പമായതാണ് കേട്ടോ. ഒക്കെ ബ്രീഡായി തുടങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് കുറേ കുട്ടികളുണ്ടാവും. കാരണം എന്താ പറയുക, നമുക്ക് കുട്ടികൾ കുറവാണ്. ഞാനിതിൽ ഫൈറ്ററിന് ഇടാറുണ്ട്, ഗപ്പീനെ ഇടാറുണ്ട്, മറ്റുള്ള മീനുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എന്തുണ്ടാവും വെച്ചാൽ ഇതിന് അത്രയും ചെറിയ കുട്ടികളാകുമ്പോൾ അവരതിനെ പിടിച്ച് തിന്നും. സാധാരണ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷ്രിമ്പുകളെ ഒറ്റയ്ക്ക് ഒരു ചെറിയ ടാങ്കിലിട്ടാൽ മതി. ഒരു 2-3 പെയർ നിങ്ങൾക്ക് ഒരു 15 ദിവസത്തിനുള്ളിൽ 10-100 കുട്ടികളുണ്ടാവും. അതിന് മാത്രമല്ല നല്ല വിലയും കിട്ടും. 20 രൂപ പീസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി, ചെറിയ പ്ലേസ് ഉള്ളവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഞാൻ അതിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ എൻ്റെ മണ്ടത്തരം ഞാനിത് മറ്റുള്ളതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട്. ഇപ്പോൾ ഇതിൽ കണ്ടോ, ബ്ലൂ ഉണ്ട്, പിന്നെ കളറില്ലാത്തൊക്കെ ഉണ്ടാവും മിക്സ് ആക്കിയിട്ട് കഴിഞ്ഞാൽ. പരമാവധി നമ്മൾ സിംഗിൾ കളർ മാത്രം ഇട്ട് ചെയ്യാൻ നോക്കുക. ഇത് കണ്ടോ, ഒരു ഗ്രീനൊക്കെ ആയിട്ട് സാധാരണ തെള്ളി എന്നൊക്കെ പറയണ മാതിരി വരും. റെഡൊക്കെ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്ലൂവിനൊക്കെ പിടിച്ച് നോക്കാം. ഓക്കെ, കണ്ടോ, ഇത് ബ്ലൂ ആണ്. പിന്നെ കളറൊന്ന് സെറ്റായി വരാനുണ്ട്. അധികം നമ്മൾ ഈ ഫോക്സ് ടെയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് കയറി പിടിച്ച് അവിടെ ഇരുന്നോളൂ. അതേപോലത്തെ ബ്ലാക്ക് ഒരുത്തം വരുന്നുണ്ട് വലുത്, നമുക്ക് പിടിക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ബ്ലാക്ക് ഒരുത്തിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബ്ലാക്ക് എന്ന് തോന്നില്ല, ഈ വെയിലടിക്കുന്നവരനെ പെട്ടെന്ന്. കുറച്ചുകൊണ്ട് അടുത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. ഭയങ്കര അഗ്രസീവാണ്, എപ്പോൾ വേണമെങ്കിലും ഇവിടെ ചാടിപ്പോകും ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു ബ്ലാക്ക്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇറക്കം പോകാൻ തോന്നും. അത്ര പെട്ടെന്നൊന്നും പുറത്തേക്ക് ഇറങ്ങിയ ഒരു ചാവൊന്നുമില്ല കേട്ടോ. അത് അത്യാവശ്യം പുറത്തും കരയിലൊക്കെ ഒരു കയറുന്നതാണ്. അപ്പോൾ അത് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് നമ്മളുടെ പാത്രത്തിലേക്ക് ഇടാം. ഇത് നമുക്ക് ഈ ഫോക്സ് ടെയിലൊന്ന് എടുത്തു മാറ്റിയിട്ട് നോക്കാം, അല്ലാണ്ട് ഇവർ കിട്ടുന്നില്ല. പറഞ്ഞില്ലേ, ഫോക്സ് ടെയിലാണ് ഇവരുടെ വാസം. കണ്ടോ, എടുത്തിരിക്കുന്നുണ്ടോ ഫോക്സ് ടെയിൽ എടുത്തു മാറ്റുമ്പോൾ ഒന്ന് നോക്കണം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. റെഡ് കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ചാട് വരും. അപ്പോൾ നമ്മൾ പിടിച്ചത് എത്ര എണ്ണം, ഒരു 10-20 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, പല കളറിൽ. ഇത് ഞാൻ ഗ്ലാസ്സിലിട്ടതാണ് നിങ്ങൾക്ക് കാണാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്.
ഇതൊരു ബ്ലാക്കും ബ്ലൂ ആണ്. ഇതിന് അത്യാവശ്യം വലുപ്പമായിട്ട് അതൊക്കെ ബ്രീഡാവാറായതാണ്. കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ അതിന് എഗ്ഗൊക്കെ ആവും. ഇതിൽ ആൺ പെൺ തിരിച്ചറിയാൻ എളുപ്പമാണ്. പെൺമീൻ്റെ വയറ് നന്നായി വീർത്തിരിക്കും, കണ്ടോ? ഇതിൽ കണ്ടോ? ഇതിൽ പെൺമീൻ്റെ വയറ് നന്നായി ബൾജ് ചെയ്തിരിക്കും. ആൺമീൻ സ്കെൽട്ടായിരിക്കും. ഇതിൽ ആ ബ്ലൂ ആൻഡ് ബ്ലാക്ക് രണ്ടും ബ്രീഡാവാറായതാണ്. ചിലപ്പോൾ അത് എഗ്ഗായിരിക്കും അതിൻ്റെ അടിയിലിരിക്കുന്നുണ്ടാവുക. നമ്മളൊന്നും കൂടി സൂക്ഷിച്ച് വയ്ക്കൽ കാണുമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഗ്ലാസ്സിൽ മറ്റുള്ളതിന് ഇട്ടതാണ്. റെഡ് ഇത് ഫീമെയിലാണ്. അപ്പോൾ നമുക്ക് ഈസിയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മുകളിൽ നിന്ന് എടുത്തതാണ്, നമുക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു ചെറിയ രീതിയിൽ ചെയ്യാം. ചെറിയ ടാങ്കിൽ അകത്ത് വെച്ചിട്ടായാലും ചെയ്യാം. ഒരു 5-6 പേര് സിംഗിൾ കളർ ഉപയോഗിക്കുക, അതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, ഇതാണ് നമ്മൾ മൊത്തത്തിൽ പിടിച്ചെടുത്തത്. കുറേ ഉണ്ട്, ഒരു 10-30 എണ്ണത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കാതെ, ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ ഉണ്ടായതാണ്. തന്നെ അവിടെ ഇവിടെ ഓരോന്നൊക്കെ ആയിട്ടുണ്ടായതാണ്. മുൻപിട്ടതിൻ്റെ ബാക്കി നിങ്ങൾ ശരിക്കും നോക്കി ചെയ്യുകയാണെങ്കിൽ നന്നായി ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുണ്ട്. പിന്നെ മുരിങ്ങയുടെ ഇലയൊക്കെ കുറച്ച് വാട്ടിയിട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കഴിക്കും. നല്ല കളറേഷനൊക്കെ വരും. അതാണ് അതിന് മെയിനായിട്ട് ആളുകൾ ഫുഡ് പ്രിഫർ ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇടുന്ന തീറ്റ കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഗ്ലാസ്സിലിട്ടതാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അത് ഫീമെയിലിനെ കണ്ടാൽ പ്രത്യേകം അറിയാം. ഈ ബൾജ് ചെയ്തിരിക്കണ ഫീമെയിലാണ്. വയർ ബൾജ് ചെയ്ത് കണ്ടോ? ഗ്രീൻ, റെഡ്, ബ്ലൂ, ബ്ലാക്ക് ഇതൊക്കെ നമുക്കിപ്പോൾ ഓൾറെഡി ഉണ്ട്. യെല്ലോ ഇല്ല, അതെന്തുണ്ടായെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് എനിക്കൊന്ന് റിലീസ് ചെയ്യാം. 10 രൂപ തന്നെ നമുക്ക് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിലുണ്ടെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് തന്നെ ബ്രീഡായിക്കോളൂ. ഇതിൽ നിറച്ച് ചെറിയ കുട്ടികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇത് തന്നെ ഉണ്ടായിക്കോളൂ. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ടാങ്ക് ഇപ്പോൾ ഇവർക്ക് സെറ്റാണ്. വേണ്ട, ഇതിൽ ഇപ്പോൾ ഉള്ളത് 2 ഗ്രീനും 1 റെഡുമാണ്. നമ്മളിട്ട കളർ 4 ഇപ്പോൾ ഉള്ളത് 3 ഉള്ളൂ. കുഴപ്പമില്ലേ? റെഡ് അത്യാവശ്യം കുഴപ്പമില്ല. റെഡിനും കുറേ കുട്ടികളുണ്ടാവുന്നുണ്ട്. ഉണ്ടാ, ഇത് നിങ്ങൾക്ക് കണ്ടുണ്ട്. അതിൽ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അതൊക്കെ ബ്രീഡാവാറായതാണ് കേട്ടോ. വേണ്ട, അതൊക്കെ ബ്രീഡാവാറായതാണ്. ഇതിൻ്റെയൊക്കെ വയറിങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഇത് അടുത്ത സെറ്റ് റിലീസാക്കണം. ഇതിൽ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, വലുതുണ്ട്. കണ്ടോ? ഇതിൽ ഓൾറെഡി നന്നായി വീടാവുന്നുണ്ട്. പക്ഷേ ഇതിൽ തവളകളും പിന്നെ ഇതിലുള്ള വലിയ മീനുകളും പിടിച്ച കാരണമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കുറേ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിന് മാത്രമായിട്ട് ചെയ്യുക. വേറെ ഒന്നും കിടക്കാത്ത രീതിയിൽ നെറ്റൊക്കെ വെച്ച് അടച്ചു വയ്ക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ടാവും, നല്ല വരുമാനം ഉണ്ടാവും. ബ്ലൂവിൻ്റെ ഫീമെയിലാണ്. അതിൻ്റെ നിങ്ങൾക്ക് വയറ് കണ്ടാൽ അറിയാതെ ഓൾറെഡി എഗ്ഗായിട്ടുള്ളതാണ്. ആ റെഡ് അത്യാവശ്യം എഗ്ഗായിട്ടുള്ളതാണ്. പോട്ടെ, അത്യാവശ്യം സൈസ് ഉണ്ട്. ഇതിന് സൈഡിൽ നോക്കിയാൽ ശരിക്കും അറിയാം. നമുക്കൊരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കാം. ചിലപ്പോൾ ലെഗ് ആയിരിക്കില്ല സൈഡിൽ. കാണാനില്ല. ഇതിൽ അത്യാവശ്യം 1, 2, 3 കളറുണ്ട്. ഒരു ബ്ലൂ, 2 ഗ്രീൻ, 2 റെഡ്. ഇതാണ് ബ്ലൂ ഈ സൈഡിൽ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.